നമുക്കിന്ന് ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്ന ഒനിയൻ റൈത്ത അതല്ലെങ്കിൽ നമ്മുടെ നാടൻ തൈരൊഴിച്ച സർലാസ് തയ്യാറാക്കിയാലോ? നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും, പക്ഷെ ഇതുപോലെയാണോ ചെയ്യുന്നത് എന്നൊന്ന് കണ്ടു നോക്കൂ. ഞാനിവിടെ 2 സവോള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിവിടെ പൊടിയുപ്പാണ് യൂസ് ചെയ്യുന്നത്, കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അളവൊന്നുമില്ല. നമ്മളിതിനി നല്ലതുപോലെ ഒന്ന് തിരുമ്പാനുള്ളതാണ്. നല്ല കൈവച്ച് നല്ലതുപോലെ ബലത്തിലൊന്ന് തിരുമ്പി അതിന്റെ ആ ഒരു നീര് കളയണം. കണ്ടോ, ഇത് നല്ലതുപോലെ ഒന്ന് തിരുമ്പിയപ്പോൾ തന്നെ അതിനകത്തുനിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞു വെക്കണം. ഇനി ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും സവോളയുടെ നീര് കളയണ്ടല്ലോ, അത് നല്ലതല്ലേ. പക്ഷെ ഓരോ സംഭവങ്ങളും നമ്മൾ തയ്യാറാക്കുമ്പോഴും അതിൻ്റെതായ ഒരു രീതിയിലൊക്കെ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സവോളയൊക്കെ തിരുമ്പിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവില് നല്ല കട്ട തൈര്, പുളിയില്ലാത്തത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളിയുള്ള തൈര് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു മീഡിയം പുളിയുള്ള തൈരാണെങ്കിൽ അത് മാത്രം ചേർത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സിയിൽ അടിച്ചതിന്റെ കട്ട ഭയങ്കരമായിട്ട് ഉടച്ച് നല്ലൊരു പാല് പരുവത്തിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. നേരത്തെ പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ, അതിലേക്ക് ഒരു പച്ചമുളക്, ഞാൻ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തേക്കുന്നത്, അതിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ സവോള നല്ലതുപോലെ ഉപ്പ് തിരുമ്പി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സവോള ഒരു കഷ്ണം കടിച്ചു നോക്കി ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ, വളരെ കുറച്ച് മതി കേട്ടോ, ഒരു 2-3 ഡ്രോപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കൈവച്ച് ചെയ്യാതിരിക്കുന്നതാണ് ബുദ്ധി, കാരണം നമ്മുടെ കയ്യിൽ പച്ചമുളക് നല്ലതുപോലെ നീറിപ്പിടിക്കും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 കരിവേപ്പില കൈവച്ച് ഒന്ന് ഒടിച്ച് ഞെരടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സെറ്റാക്കി വെച്ചേക്കുന്ന തൈരുണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വീണ്ടും ഉപ്പ് നോക്കണം, കാരണം നമ്മൾ തൈരിൽ ഉപ്പുണ്ടോ, അതേസമയം ഇത് മിക്സ് ചെയ്തപ്പോൾ ഉപ്പുണ്ടോ എന്നൊക്കെ നല്ലതുപോലെ ഒന്ന് നോക്കണ്ടേ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒനിയൻ റൈത്ത അല്ലെങ്കിൽ തൈരൊഴിച്ച സർലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.